മസ്കിന്റെ ഐഡിയ. ദുബായിൽ ഇനി ആളുകൾ അണ്ടർഗ്രൗണ്ടിലൂടെ പറക്കും. ദുബായ് ലൂപ്പിലൂടെ. ജനങ്ങളുടെ ആവശ്യമറിഞ്ഞും അവരുടെ സമയത്തിന്റെ വില മനസ്സിലാക്കുന്നതിലും മുന്നിൽ തന്നെയാണ് UAE ഭരണകൂടം. പല രാജ്യങ്ങളിലെ ജനങ്ങൾ ഒന്നിക്കുന്ന ദുബായ് നഗരത്തിൽ ഏറ്റവും മികച്ച രീതിയിലുള്ള അടിസ്ഥാന സൗകര്യങ്ങൾ ലഭ്യമാക്കുക എന്നതിൽ സർക്കാർ എടുക്കുന്ന തീരുമാനങ്ങളെ തീർച്ചയായും അഭിനന്ദിക്കണം. ലോകത്തെ ഏറ്റവും നീളം കൂടിയ ഡ്രൈവർലെസ് മെട്രോ, മികച്ച റോഡ് കണക്ടിവിറ്റി എന്നിവയ്ക്ക് പുറമെ ഗതാഗത രംഗത്ത് മറ്റ് നിരവധി പുതിയ പദ്ധതികളാണ് ദുബായിൽ നടപ്പാക്കാൻ പോകുന്നത്. ഇലോൺ മസ്കിന്റെ ദി ബോറിംഗ് കമ്പനിയുമായി ചേർന്ന് പുതിയ കരാറിൽ ഒപ്പിട്ടിരിക്കുകയാണ്. നഗരത്തിലെ ഏറ്റവും തിരക്കേറിയ പ്രദേശങ്ങളെ ബന്ധിപ്പിക്കുന്ന അണ്ടർഗ്രൗണ്ട് ഹൈ സ്പീഡ് ടണൽ പദ്ധതിയാണ് വരാനിരിക്കുന്നത്. ദുബായ് ലൂപ്പ് എന്നാണ് ഈ പദ്ധതിയുടെ പേര്. 17 കിലോമീറ്റർ നീളത്തിലാണ് ടണൽ പണിയുന്നത്. ഏകദേശം 20,000 യാത്രക്കാരെ ഒരു മണിക്കൂറിൽ ഉൾക്കൊള്ളിക്കാനാകും. 11 സ്റ്റേഷനുകളാണ് ഉണ്ടായിരിക്കുക. വേൾഡ് ഗവൺമെന്റ് സമ്മിറ്റ് 2025 ഇലോൺ മസ്ക് ദുബായ് കിരീടാവകാശിയും UAE ഉപപ്രധാനമന്ത്രിയും പ്രതിരോധ മന്ത്രിയും ദുബായ് എക്സിക്യൂട്ടീവ് കൗൺസിൽ ചെയർമാനുമായ ഷൈഖ് ഹംദാൻ ബിൻ മുഹമ്മദ് ബിൻ റാഷിദ് അൽ മക്തൂം എന്നിവരുടെ സാന്നിധ്യത്തിൽ ദുബായ് RTAയും മസ്കിന്റെ ദി ബോറിംഗ് കമ്പനിയുമായി ചേർന്നാണ് കരാറിൽ ഒപ്പുവെച്ചത്. ലൂപ്പ് പദ്ധതിയിലൂടെ ഒരു സ്ഥലത്ത് നിന്ന് ലക്ഷ്യസ്ഥാനത്തേക്ക് സ്റ്റോപ്പുകളില്ലാതെ സഞ്ചരിക്കുന്ന വാഹനം മണിക്കൂറിൽ 160 കിലോമീറ്റർ വേഗതയിലാണ് ഓടുക. ഇലക്ട്രിക് വാഹനങ്ങളാണ് ഇതിനായിട്ട് ഉപയോഗിക്കുന്നത്. ഇലോൺ മസ്കിന്റെ ബോറിംഗ് കമ്പനി നിർമ്മിച്ച ലാസ് വേഗാസിലെ ടണൽ ഇതിനോടകം വാർത്തകളിൽ വന്നതാണ്. അതേ മാതൃകയിൽ തന്നെയായിരിക്കും ദുബായിൽ നിർമ്മിക്കുക എന്നാണ് റിപ്പോർട്ടുകൾ പുറത്തുവരുന്നത്.